ഈ കുരിശിന്റെ ചുവട്ടിൽ കുരിശുമായി ബന്ധപ്പെട്ട് ഒരു സവിശേഷ ബന്ധത്തിന് നിങ്ങൾക്കിടയായിട്ടുണ്ടോ എന്ന് മാത്രം ഓർക്കാൻ വേണ്ടി ഞാൻ ഈ ഭാഗം പരാമർശിച്ചു വന്നു. ക്രിസ്തുവുമായി മറ്റൊരാൾക്കുണ്ടായ ബന്ധം, മറ്റ് പലർക്കും ക്രിസ്തുവിനോട് തോന്നിയ സ്നേഹം, അതിൽ കവിയുന്ന ഒരു സ്നേഹം നിങ്ങൾക്ക് ഈ ക്രിസ്തുവിനോട് ഉണ്ടായിട്ടുണ്ടോ? ഒരു സജീവ ബന്ധം ഉണ്ടായിട്ടുണ്ടോ? ഒരു സവിശേഷ ബന്ധം ഉണ്ടായിട്ടുണ്ടോ? ദൈവവും കർത്താവും ഗുരുവും എന്നല്ലാതെ ഒരു ബന്ധം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? അതിന് സാധ്യതയുണ്ട്. അപാരമായ ഒരു സാധ്യതയുടെ പേരാണ് ക്രിസ്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ സുവിശേഷത്തെ മനോഹരമാക്കുന്ന വേറൊരു കാഴ്ച, കേവലം ദുർബലനായ ഒരു ക്രിസ്തുവിനെ അല്ല അവിടെ അവതരിപ്പിക്കുന്നത്. ഞാൻ പുറകെ അതിന്റെ ഒരു വിശദാംശം പറയുന്നുണ്ട്. കൂസലില്ലാതെ പടയാളികൾക്ക് മുമ്പിൽ വന്നു നിന്നിട്ട് നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു എന്നുള്ള ഉറച്ച ചോദ്യം ചോദിക്കുന്ന ക്രിസ്തുവിനെ യോഹന്നാന്റെ സുവിശേഷത്തിൽ 2 പ്രാവശ്യം കാണുന്നു. എന്നിട്ട് അവൻ ഉറച്ച ശബ്ദത്തിൽ പറയുകയാണ്, എഗോ എയ്മി, അയം അയം, ഞാനാകുന്നവൻ ഞാനാകുന്നു. അതിന്റെ വേറൊരു വെർഷനാണ് ഞാനാകുന്നു എന്ന് പറഞ്ഞ്. സത്യത്തിൽ അവിടെ കാണുന്ന കാഴ്ച, ഈ വാക്കിന്റെ മുമ്പിൽ, അവന്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തുന്ന ഈ പ്രസ്താവനയുടെ മുമ്പിൽ പടയാളികൾ നിലംപരിതാകുന്ന കാഴ്ച.